ഹലോ നമസ്കാരം, വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാലയായിട്ടാണ് കേട്ടോ, ചിക്കൻ കറി. അപ്പോൾ ഇത് നമ്മുടെ നാടൻ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ ബ്രോയിലർ ചിക്കൻ വെക്കുന്നതാണ്. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. നമ്മുടെ ബ്രോയിലർ ചിക്കൻ നാടൻ ചിക്കൻ കറി വെക്കുന്ന പോലെ. അപ്പോൾ ഇന്ന് സാധാരണ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. അതിന് ഈ ഒരു സ്പൂണിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉപ്പ് അത്രയും വേണ്ട കേട്ടോ, ഉപ്പ് കുറച്ച് മതി. ഈ ഒരു സ്പൂണിന് നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ എടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 ഗ്രാം വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, ബേ ലീഫ്, കറിവേപ്പില, ഇത്രയും കൂടി വേണം. പിന്നെ നമുക്ക് തക്കാളി, പുളികളാണെങ്കിൽ ഒരു തക്കാളി മതി. ഇത് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ പുളി ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ സവാള ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ. സവാള ഒന്ന് ഒരു പരുവം മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ തക്കാളി കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ലേശം ഇതൊന്ന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. അത് ഞാൻ കുക്കറിലാണ് 2 വിസിലൊന്ന് കേൾപ്പിക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം. 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കേണ്ട. നമ്മുടെ കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് അരച്ചെടുത്ത മിക്സാണിത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാൻ ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു കളറ് മാറുമല്ലോ, ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴാണ്, എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ഓഫ് ചെയ്യേണ്ട, മീഡിയം സൈസിൽ വയ്ക്കണം, മീഡിയം ഫ്ലെയിമിൽ വെക്കണം തീയ്. അപ്പോൾ എന്നിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, സംഭവങ്ങളൊക്കെ മസാലയിട്ട് ചേർക്കാം. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഞാനിവിടെ മസാലപ്പൊടികളൊന്നും വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇതുപോലത്തെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കറുവപ്പട്ട ഇതെല്ലാം കൂടി ഇട്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാണ് മസാലയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിന് ആ സ്പൂണിന് തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗരം മസാല, ഇതിന് 2 സ്പൂൺ ഗരം മസാല ചേർക്കണം. ഈ ഒരു സ്പൂണിന്, ചെറിയ സ്പൂണാണ്, ഇതിന് 2 സ്പൂൺ മസാലയും കൂടെ ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ് വഴറ്റിയെടുത്തിട്ടില്ലേ ഉള്ളി, അതിലേക്ക് ചേർത്തി നന്നായിട്ട് എണ്ണ തെളിയും വരെയും നമ്മൾ വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവമായപ്പോഴാണ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. മസാലപ്പൊടി എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ്റെ വിസിലൊക്കെ വന്നു കേട്ടോ, 2 വിസിൽ വന്നു.
എനിക്കിങ്ങനെ പാട്ടൊക്കെ പാടി മൂളിപ്പാട്ടൊക്കെ പാടി ഞാനിവിടെ എഫമാണ്. എനിക്ക് പാട്ടില്ലെങ്കിൽ കുക്കിങ് വരില്ല. എനിക്കിങ്ങനെ പാട്ടൊക്കെ പാടി മൂളിപ്പാട്ടൊക്കെ പാടി നിങ്ങൾക്കിങ്ങനെ ഒരു ശീലമുണ്ടോ? കമൻറ്റ് ചെയ്യണേ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. കുറച്ചെങ്കിലും ഒന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ലൈക്ക് ചെയ്യാനായാലും കമൻറ്റ് ചെയ്യാനായാലും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ പറയണ്ടല്ലോ ഷെയർ ചെയ്യാനും ഒക്കെ. ഷെയർ ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം, സബ്ബൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയണേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മുടെ മസാല ഉണ്ടോ, അടിപൊളി മസാലയാണ്. ആഹാ, മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ ചിക്കൻ കൂടി നമുക്കിതിനകത്തേക്ക് ചേർക്കാം.